ഇന്ത്യക്കാരായ 26 പേരെ ബോധപൂർവം നിഷ്ഠൂരമായി വധിക്കുകയാണ് ഉണ്ടായത്. അതൊരു ചില്ലറ കാര്യമല്ല. അത് ഇന്ത്യ രാജ്യത്തിനെതിരെയുള്ള മറ്റൊരു തുറന്ന പ്രഖ്യാപനമാണ്. അത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ ഹിന്ദുത്വ ശക്തികൾ എങ്ങനെയാണോ ചെയ്യുന്നത്, അതേ വെറുപ്പിൻ്റെ കാര്യങ്ങൾ പാകിസ്ഥാനിൻ്റെ മണ്ണിലും അതുപോലെ പാകിസ്ഥാന് സ്വാധീനമുള്ള മണ്ണുകളിലും ഇന്ത്യക്കെതിരെ ഒരു ഉപകരണമായി അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ ഒന്നിക്കുന്നു, അതിനെതിരെ സംസാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ വാർത്തകൾ വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, വാർത്തകൾക്കിടയിൽ എതിർ അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ സൂക്ഷിച്ച് തന്നെ വേണം. ഒരു യുദ്ധ സാഹചര്യത്തിൽ നമ്മൾ സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നു, ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന ഇതുമായി നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നു. പ്രതിപക്ഷമായിരുന്നാലും ഒരുമിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ പോകുന്നു. പക്ഷേ ഒരു ഒറ്റപ്പെട്ട ശബ്ദം വരുമ്പോഴേക്ക് ഗവൺമെൻറ്റിൻ്റെ ലാപ്സ് ഉണ്ടായി, അവിടെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുമ്പം ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം AICCയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഒരു അഭിപ്രായം പറയുമ്പോഴേക്ക് ആ അഭിപ്രായത്തെ പെട്ടെന്ന് ഒരു രാജ്യവിരുദ്ധമായി, അദ്ദേഹത്തെ ഒരു രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്ന രൂപം നേരത്തെ രാജു ശങ്കരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അത്തരത്തിലുള്ള സംഗതികൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല.